CPM എപ്പോഴും ഈ പുതുമുഖങ്ങൾക്കും വനിതകൾക്കുമൊക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അതുപോലെ ഇടത് സഹയാത്രികർക്കും, അതായത് പൊതുസമ്മതരായിട്ടുള്ള എഴുത്തുകാരോ അതുപോലെ സാംസ്കാരിക നായകർ, ഇവർക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് മത്സരിപ്പിക്കാറുണ്ട്. ഇപ്പം നടനായ ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ കവി, കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിക്കുകയും പിന്നീട് തോൽക്കുകയും ചെയ്തു. ഇന്നസെൻറ്റും അതുപോലെ തന്നെ. നടൻ മുരളിയെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അതിനൊക്കെയുള്ള ഒരു ആർജവം കാണിക്കുന്നത് എപ്പോഴും CPM ആണ്. വനിതകൾക്കും വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കും, അതും യുവ നേതൃത്വത്തിന്. അങ്ങനെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും യുവ വനിതകൾക്കും ഒക്കെ തന്നെ വേണ്ട പ്രാധാന്യം കൊടുക്കും എന്നാണ് അറിയുന്നത്. എന്നാൽ ചിലരൊക്കെ തന്നെ അത് CPMന് തന്നെ വലിയ ബാധ്യതയാകുന്നു, പാർട്ടിയുടെ തന്നെ വലിയൊരു നാശത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഏറ്റവും കൂടുതൽ വനിതകൾ മത്സരിക്കുന്നതും CPMൽ നിന്നാണ്. ഒരു 5 വനിതാ നേതാക്കൾ CPMന് വലിയ ബാധ്യതയാകാൻ പോവുകയാണ്. അവരെ മത്സരിപ്പിക്കുന്നു. അതിൽ ചിലരിപ്പോൾ MLA ആണ്, മന്ത്രിയാണ്, അവരെ വീണ്ടും നിർത്തുന്നു. പക്ഷേ അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ആ മണ്ഡലത്തിൽ മാത്രം അവർക്കുണ്ടാകുന്ന പരാജയം മാത്രമല്ല, കേരളത്തിലെ CPMന് മൊത്തത്തിൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വലിയ ബാധ്യത ഉണ്ടാക്കാൻ പോകുന്ന, CPMന് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന 5 വനിതാ നേതാക്കളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. മന്ത്രി ബിന്ദു കൊച്ചമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കേണ്ടതായ ഇല്ല. അവരുടെ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ തന്നെ പലർക്കും സംശയമുണ്ട്. അതുപോലെ അവർ ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് പിന്നീടത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു കോമഡിയായിട്ട് അങ്ങനെ പരിലസിച്ച് നിൽക്കുകയുമാണ്. അങ്ങനെയുള്ള മന്ത്രി ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് ജയിച്ചു വന്നിരിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. കന്നി പോരാട്ടത്തിൽ തന്നെ മന്ത്രിയായി മാറുകയും ചെയ്തു. CPMലെ വിജയരാഘവൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുള്ള മന്ത്രി ബിന്ദു ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെക്കൂടെ താറുമാറാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരുന്നില്ല. അവർ വിദേശത്തേക്ക് പോവുകയാണ്. കടം വാങ്ങിച്ചും വിറ്റുപിറക്കിയും പണയം വെച്ചും വിദേശത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെക്കൂടി കലുഷിതമാണ്. മന്ത്രി ആർ ബിന്ദു വീണ്ടും ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അത് ഉറപ്പായും ആ മണ്ഡലത്തിൽ പരാജയപ്പെടും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയുന്ന സാധ്യമാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളിലേക്ക് പോയാൽ, അത് കേരളത്തിന് മുഴുവൻ വിദ്യാഭ്യാസവും അതുപോലെ തന്നെയാണല്ലോ, കേരളത്തിന് മുഴുവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ കേരളം മുഴുവൻ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വകുപ്പാണ് ആരോഗ്യരംഗം. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ഏവർക്കും മനസ്സിലായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. 2016 മത്സരിച്ചു, 2021 വീണ്ടും മത്സരിച്ച് വിജയിച്ചു മന്ത്രിയായതാണ്. ഇതിനിടയ്ക്ക് 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചായിരുന്നു, പരാജയപ്പെട്ടു പോയി. അപ്പോൾ വീണ ജോർജിനെ 2016 മത്സരിക്കാൻ ഇറക്കുന്നത് തന്നെ സഭയുടെ നേരിട്ടുള്ള ഇറക്കുമതിയാണ്. അങ്ങനെ തന്നെയാണ് മന്ത്രിയാകാനും ഇടയായത്. സഭയുടെ സമ്മർദ്ദത്തിൽ മന്ത്രിസ്ഥാനം കൂടി കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യരംഗത്തേക്ക് കടന്നു വന്ന
അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ശൈലജയാണ്. കോവിഡ് കാലത്ത് ഏത് തരത്തിൽ കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചു, അതിനെ തരണം ചെയ്തു. ആ ആരോഗ്യ വകുപ്പാണ് 2021 വന്നിട്ട് ആകെ കൂടെ കുത്തഴിഞ്ഞ് മാറ്റുന്നു. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ കാര്യങ്ങൾ പലതും തുറന്നു പറയുകയുണ്ടായില്ലേ, രോഗികൾ അവിടെ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യരംഗം നേരിടുന്നത്. ആ വീണ ജോർജ് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, കേരളത്തിന് മുഴുവൻ തിരിച്ചടി CPM-ന് കിട്ടാൻ പോകുന്ന ഈ വകുപ്പ് മന്ത്രി വീണ്ടും മത്സരിക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയായിട്ട് അവതരിപ്പിച്ച, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നും പറഞ്ഞ് CPM കെട്ടിയെഴുന്നള്ളിച്ച ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രനിലൂടെ തന്നെ ഇപ്പോൾ BJPക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ BJP പിടിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ അത് ആര്യ രാജേന്ദ്രൻ കാരണമാണ് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ആര്യ രാജേന്ദ്രൻ്റെ വികൃതികളെല്ലാം നമ്മൾ കണ്ടതാണ്. സഖാക്കന്മാർക്ക് ജോലി കൊടുക്കാൻ മൂത്ത സഖാവിന് കത്തെഴുതുന്നു, ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ പാവം പിടിച്ച ഒരു KSRTC ഡ്രൈവർ യദുവിൻ്റെ ജോലി കളഞ്ഞത്, ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് ആര്യ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇത് തിരുവനന്തപുരത്തുകാരെ മാത്രം ബാധിക്കുകയല്ല ചെയ്തത്, കേരളം മുഴുവൻ ചർച്ച ചെയ്തു. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറുടെ പിടിപ്പുകേട് മനസ്സിലായി. അപ്പോൾ പാർട്ടിക്ക് തീർച്ചയായിട്ടും കനത്ത തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കും ആര്യ രാജേന്ദ്രൻ. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു തിരുവനന്തപുരത്ത് ഒരു കുടുംബ സംഗമത്തിൽ പോലും ഇറക്കിയില്ലെന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒന്ന് ഇറക്കി നോക്കി, വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പാർട്ടി മനസ്സിലാക്കി ഉടൻ തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കുടുംബ സംഗമത്തിന് പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 200 വോട്ട് അവിടെ നിന്നങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് ആണല്ലോ ഭർത്താവ്. പക്ഷേ ആര്യ രാജേന്ദ്രനിലൂടെ സച്ചിൻ ദേവിനും പേരുദോഷം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നഗരത്തിന് മധ്യത്തിൽ ബസ് തടഞ്ഞതും ആളിനെ ഒക്കെ തന്നെ ഇറക്കിയതിന് മുമ്പിൽ നിന്നത് ആരായിരുന്നു? സച്ചിൻ ദേവ് തന്നെയായിരുന്നു. അപ്പൊ മേയറിലൂടെ സച്ചിൻ ദേവിനും പേരുദോഷം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ മത്സരിക്കും. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ളതും പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതും ഇവർക്ക് മൊത്തത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കും. നാലാമത് നമുക്ക് പോകേണ്ടത് കേരളത്തിലുള്ള ഏവർക്കും അറിയാവുന്നതാണ്. കേരള സർവകലാശാല വെറുതെ ഒരു ഡോക്ടറേറ്റ് എടുത്തു കൊടുത്ത ഡോക്ടർ ചിന്തോ ജെറോമാണ്. ആ ഗവേഷണ പ്രബന്ധം മുഴുവൻ അബദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ട് 2016 കയറി ഒരു ഉണ്ണാക്കം ചെയ്യാതെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സ്വന്തം വീടിന് എന്തോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്നപ്പോൾ വലിയ റിസോർട്ടിൽ പോയി താമസിച്ച് പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലതരത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചിന്തോ ജെറോമ് വീണ്ടും കൊല്ലത്ത് തന്നെ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. മുകേഷ് മാറും. മുകേഷിന് ഇനി സീറ്റ് കൊടുക്കില്ല. കാരണം മുകേഷിലൂടെ കൊല്ലം നിയമസഭാ മണ്ഡലം CPM-ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. അവിടെ ചിന്തോ ജെറോമിനെ നിർത്താൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എതിർകക്ഷികൾക്ക് വിജയവും ചിന്തോ ജെറോം രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കുകയും ചെയ്യും. അഞ്ചാമത് വരുന്നത് കേരളത്തിന് മുഴുവൻ ഇപ്പോഴും ഒരു തീരാ നോവായിട്ട് നിൽക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള PP ദിവ്യയുടെ ഈ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ആ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കലാശിച്ചത്. ആ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എത്തിച്ച PP ദിവ്യ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് PP ദിവ്യ മത്സരിക്കുക എന്നാണ് അറിയുന്നത്. പക്ഷെ അത് കണ്ണൂർ ജില്ലയിലും പരാജയമുണ്ടാകും,
അതിനോടൊപ്പം തന്നെ പി ദിവ്യ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കേരളം മുഴുവൻ CPM-ന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്രയ്ക്ക് കേരള ജനതയെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് നവീൻ ബാബുവിൻ്റെ മരണം. അപ്പോൾ ഓർക്കുക, ഈ പഞ്ചരത്നങ്ങളായിരിക്കും CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന വലിയ വിന. മന്ത്രി ആർ ബിന്ദു, വീണ ജോർജ്, ചിന്തോ ജെറോം, ആര്യ രാജേന്ദ്രൻ, പി ദിവ്യ. അപ്പോൾ ഈ പഞ്ചരത്നങ്ങളിലൂടെ CPM-ന്റെ പതനം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.